വെൽക്കം ബാക്ക്. നമ്മളിന്ന് മാംഗോ മെഡോസിലേക്കാണ് കേട്ടോ പോണത്. കോട്ടയത്തുള്ള പോണ വഴിയിലെ കാഴ്ചകളാണ്. നിറച്ച് നെല്ല് വിളഞ്ഞ് നിൽക്കുക. ഇങ്ങനത്തെ കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വിളഞ്ഞ് നിൽക്കുന്ന ഈ പരുവം ആദ്യമായിട്ടാണ്. എപ്പോഴും പച്ച കളറായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വിളഞ്ഞ് കൊയ്തെടുത്ത് കഴിഞ്ഞതാണ് ചിലതെല്ലാം കേട്ടോ. ഈ മാംഗോ മെഡോസ് ഒരു അഗ്രികൾച്ചറൽ പാർക്കാണ്. ഇതിൽ കയറാനുള്ള എൻട്രി ഫീസ് 350 റുപ്പീസാണ് പെർ ഹെഡ്. 3 ഇയേഴ്സിന് എബവ് ആയിട്ടുള്ള എല്ലാവർക്കും 350 എടുക്കണം. അതേപോലെ ഹോളിഡേയ്സ് ആണെങ്കിൽ 400. അതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് കേട്ടോ. പിന്നെ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫ്രീ സർവീസ് അവൈലബിൾ ആണ്. അതായത് ബോട്ടിങ്, പെഡൽ ബോട്ടുണ്ട്, അതേപോലെ കൊട്ടവഞ്ചിയുണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സൈക്ലിംഗ് ഉണ്ട്. ഇതെല്ലാം ഈ ടിക്കറ്റ് ചാർജിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഇത് കൂടാണ്ട് പെയ്ഡ് സർവീസസ് വേറെ ഉണ്ട്. ഷിക്കാരി ബോട്ട്, അതേപോലെ പോട്ട് മേക്കിംഗ്, അങ്ങനെയുള്ളതൊക്കെ പെയ്ഡ് സർവീസ്. അതേപോലെ ബസ് അങ്ങനെയുള്ള സർവീസുകളൊക്കെ ഉണ്ട്. അതൊക്കെ പെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓരോന്നിലും കയറുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾക്ക് ഇവിടെ എൻട്രി ഫീസ് കൊടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരിക്കും കേട്ടോ, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. അതേപോലെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ചായക്കടയുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡിനൊന്നും ബുദ്ധിമുട്ടില്ല. പുറത്തത്തെ ഫുഡൊന്നും ഇവിടെ അലോ ചെയ്യില്ല. ഇവിടെ 10 മണി തുടങ്ങി 5 മണി വരെയാണ് കേട്ടോ ടൈമിങ് വരുന്നത്. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. നോർമൽ ഡേ ടൈമിൽ 10 to 5 ആണ് ഇവരുടെ സമയം വരുന്നത്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സ്വിമ്മിംഗ് പൂള് പെയ്ഡ് സർവീസിലും ഉണ്ട്. നമ്മൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് 350 റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്വിമ്മിംഗ് പൂളുണ്ട്. ഇനി ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം ഈ ബസ്സുകളാണ് കേട്ടോ. ബസ്സുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, അങ്ങനെ കുറേ ഈ ബസ്സുകൾ ഇലക്ട്രോണിക്കിൽ വർക്ക് ചെയ്യണ കുറേ ബസ്സുകളും ഓട്ടോറിക്ഷകളും അങ്ങനെയുള്ള വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. 50 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ ചാർജ്. ഇത് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് പോയിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കയറാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഒരു ചായക്കടയുണ്ട് കേട്ടോ ഇവിടെ. പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചായക്കടയാണ്. പഴയ കാലത്തുള്ളവർക്ക് ഈ ചായക്കടയെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. പുതിയ തലമുറയ്ക്കൊന്നും ഇങ്ങനത്തെ ചായക്കടയിൽ പോയിട്ട് അനുഭവമില്ലാത്തതുകൊണ്ട് പഴയ ആൾക്കാർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയൊരു ഫീല് കിട്ടുള്ളൂ കേട്ടോ. പഴയ പാട്ടുകളും പഴയ കാലം ഓർമ്മ വരുത്തുന്ന രീതിയിലാണ് ഈ ചായക്കട സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിവിടെ കണ്ടതേ ഒരു വാട്ടർ വീൽ ഷെഡാണ്, ചക്രപ്പുര. അതായത് പണ്ട് കൃഷി ചെയ്യുമ്പോൾ വെള്ളം ബണ്ടിൽ നിന്ന് കടത്തി വിട്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് ഇരുന്ന് ആ വീല് ചവിട്ടാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. നമ്മളൊന്നും ഒരു കാലത്തും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കണേ. അതും വളരെ നല്ലൊരു ഫീലിങ്ങും നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ ഫാസ്റ്റ് അടിച്ച് വിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത്രയും ഫാസ്റ്റിലൊന്നും ഇത് കറങ്ങൂലേ. വളരെ ബുദ്ധിമുട്ടായിരുന്നു, ചവിട്ടിയിട്ട് നീങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോ ഫാസ്റ്റ് അടിച്ച് വിട്ടിരിക്കുന്നതാണേ. ഇവിടെ സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഉള്ളൊരു റൂമാണ് ഇത്. കേവ് റൂമാണ്. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പോയി നോക്കിയതാണ്. റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല, പോകുന്ന വഴിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിറച്ചും മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെയും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ആയുർവേദ മരുന്നുകളുടെയും ഒക്കെ മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഇവിടെ ഒരു വലിയൊരു അക്വേറിയം ഉണ്ട്. നല്ല വലിയ ഫിഷുകളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഇനി ഇവിടെയുള്ളത് പെഡൽ ബോട്ടും
അതേപോലെ ഷിക്കാരി ബോട്ട് പെയ്ഡാണ്. പെഡൽ ബോട്ടും കൊട്ടവഞ്ചിയൊക്കെ നമ്മൾ എടുത്ത എൻട്രി ഫീസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ ഇരുന്നൊരു ശ്രമം നടത്തി. കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, ഇച്ചിരി പേടിയായിരുന്നു. ബുദ്ധിമുട്ടല്ല, ഒരു പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ കോളേജിലെ ഫസ്റ്റ് ഇയർ പിള്ളേരെയും കൊണ്ട് ഫീൽഡ് വിസിറ്റിന് വന്നതാണ് കേട്ടോ ഈ മാംഗോ മെഡോസിലേക്ക്. അപ്പോൾ തുഴയാനായിട്ട് ഞങ്ങൾക്ക് 2 സ്റ്റുഡൻസിനെ ഞങ്ങൾ കൂടെ കൂട്ടി. ഞങ്ങളെല്ലാവരും നല്ല ധൈര്യമുള്ളവരാ, ടീച്ചേഴ്സ് ആയതുകൊണ്ട് കുറച്ച് സ്മാർട്ടായിട്ടുള്ള 2 പിള്ളേർ ഞങ്ങളുടെ കൂടെ തുഴയാനുണ്ടായിരുന്നു കേട്ടോ. ഇവർ പല സ്ഥലത്തും മീനിനെ വളർത്തുന്നുണ്ട്. അത് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ടുള്ള ഫിഷ് ഫീഡിങ്ങിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഗൈഡ് വന്ന് അവർ നമുക്ക് മീനിനുള്ള തീറ്റ തരും. അത് ഇട്ട് കൊടുക്കുമ്പോൾ നിറച്ച് മീനിനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ സ്ഥലത്ത്, ഒരു സ്ഥലത്തല്ല 3-4 സ്ഥലത്തുണ്ട്. അതൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കാണാൻ ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ പോയത്. അതുകൊണ്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല സൂപ്പറായിരുന്നു, എക്സ്പീരിയൻസ് നല്ല സൂപ്പറായിരുന്നു. ഇതിനകത്ത് കരിമീനും പിലോപ്പിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് മീനാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. കായലിൽ വളരുന്ന മീനുകളൊക്കെ ഇവിടെ കാണാം കേട്ടോ. ഇനി ഞാൻ ഈ ബസ്സും ഈ റിക്ഷയുടെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ഈ ട്രെയിനും ഉണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ ഈ ബസ്സിൽ ഒന്ന് കയറി 10 മിനിറ്റാണ് അതിൻ്റെ ട്രാവലുള്ളത്. പാർക്ക് കംപ്ലീറ്റ് നമ്മളെ ചുറ്റി കാണിക്കുക. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ മോൾ ഭാഗം തുറന്ന് ഉള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന ബസ്സിലാണ് ഞങ്ങൾ കയറിയത്. എൻട്രി ഫീസ് 50 റുപ്പീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ ഇതിൻ്റെ പൈസ അടച്ചാൽ കുറച്ചും കൂടി എളുപ്പം നമുക്കിതിനകത്ത് കയറാം കേട്ടോ.
നെക്സ്റ്റ് ഞങ്ങൾ ഷിക്കാരി ബോട്ടിൽ കയറി. ഇത് പെയ്ഡാണ്, 100 റുപ്പീസാണ് പെർ ഹെഡ് കേട്ടോ. ഇതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷിക്കാരി ബോട്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഒരു എന്താ പറയുക, വളരെ ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പഴയ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15-20 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ ഇതിനകത്തുള്ള ട്രാവൽ. ഇതും വളരെ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നേ. അതേപോലെ ഇവിടെ പോട്ട് മേക്കിങ്, കൊട്ട നിർമ്മാണം, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ എക്സ്ട്രാ ഫീസ് കൊടുക്കണം. നമുക്ക് പോട്ട് മേക്കിങ്ങിൽ നമുക്ക് തന്നെ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അത് നമ്മൾ പോരുമ്പോൾ അത് നമുക്ക് തരും, ഉണക്കി അവർ തരും. അപ്പോൾ അതിനും 100 റുപ്പീസ് ഫീസ് ഉണ്ട്. പിന്നെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു ബൈബിളിൻ്റെ ഒരു ലീഫ്, ബൈബിളിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മാംഗോ മെഡോസിൻ്റെ വിശേഷങ്ങൾ. ഒരു പ്രാവശ്യങ്ങളും പോയി കാണണം കേട്ടോ, നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.